വിനീഷേട്ടൻ്റെ ഓഫിൻ്റെ ദിവസമാണ് നമ്മൾ ഗ്രോസറി ഒക്കെ വാങ്ങിക്കാനായിട്ട് പോവാട്ടോ. അപ്പം എന്നെ ഗ്രോസറി ഒക്കെ വാങ്ങിക്കണം. അപ്പം നമ്മുടെ കയ്യിൽ ഒരു കുഞ്ഞു ബുദ്ധനെ കാണാൻ പറ്റൂട്ടാ. അത് നമ്മുടെ ടെമ്പിളിൻ്റെ അവിടെ പോയപ്പോൾ വാങ്ങിച്ചാണ് കേട്ടോ, ബർദുബായിൽ. അവിടെ എത്തിയപ്പോഴത്തേനും കരാമയിലാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് പർച്ചേസിങ്ങിന് പോകാറുള്ളത്. അപ്പോൾ കരാമയിൽ എത്തിയപ്പോഴത്തേനും ലച്ചു നല്ല ഉറക്കമാണ്. അപ്പോൾ ലച്ചുവിനെ വിളിച്ച് എഴുന്നേൽപ്പിക്കാനുള്ള ബുദ്ധിമുട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേനും ഒരു ചായ ഞങ്ങൾക്ക് പതിവുണ്ട്, വൈകിട്ടാണ് ഞങ്ങൾ എത്തുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഫിൽറ്റർ കോഫി മതി പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ ശരവണ ഭവനിക്കാണ് പോയത്. അപ്പോൾ ലച്ചുവിനെ അവിടെ ചെന്നപ്പോൾ അവർ പാനിപ്പൂരിയുടെ കാര്യം പറഞ്ഞപ്പോൾ പാനിപ്പൂരി കഴിക്കണം പറഞ്ഞു. അവളും വിനീഷേട്ടനും പാനിപ്പൂരിയുടെ ഒരു ആരാധകരാണ് ട്ടാ. പിന്നെ ഞങ്ങൾ ഒരു സെറ്റ് വട, അത് നല്ല മൊരിഞ്ഞ വട, പുറമേ നല്ല മൊരിഞ്ഞിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട കേട്ടാ, അത് ഒരു സെറ്റ് വാങ്ങിച്ചു കേട്ടാ. ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ 2 എണ്ണം ഉണ്ടാവും അതിന്. പിന്നെ ശരവണ ഭവനിൽ സ്വീറ്റ്സ് ഒക്കെ ഇരിക്കുന്നുണ്ടപ്പോൾ ലച്ചുന് മൈസൂർ പാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് ഒരെണ്ണം മേടിച്ചു. അതങ്ങനെ വായിലിട്ടിട്ടുണ്ടെങ്കിൽ നല്ല അലിഞ്ഞു പോണ ടൈപ്പാണ്. പിന്നെ നമ്മൾ നേരെ പോയത് ഡേ ടു ഡേക്കാണ് കേട്ടോ. ഡേ ടു ഡേയിൽ നോക്കിയപ്പോൾ അതിൻ്റെ കുറേ ടൈപ്പ് ചെടികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചെടികളൊക്കെ വാങ്ങിച്ച് പിന്നെ ലച്ചുവിന് കുറച്ച് കളിക്കുന്ന ഐറ്റംസൊക്കെ വാങ്ങിച്ച് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ നമ്മുടെ മന്തിക്കടയിൽ കയറിയിട്ട് ഒരു ഫിഷ് മന്തി ഓർഡർ ചെയ്തിട്ട് പോന്ന്. അങ്ങനെ വീട്ടിൽ വന്നിട്ട് പിന്നെ മന്തിയൊക്കെ കഴിച്ച് പിന്നെ ലച്ചുവിനായിട്ട് കുറച്ച് നേരം കളിച്ച് അങ്ങനെ ഞങ്ങളുടെ അന്നത്തെ ദിവസം, അതായത് ഒരു ഓഫ് ദിവസമാണ് കേട്ടോ, ഇങ്ങനെ അങ്ങോട്ട് തീർന്നു പോയി. അപ്പോൾ വിനീഷേട്ടൻ്റെ ഓഫ് ഡേ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് സാറ്റർഡേ സൺഡേ ഒന്നും കിട്ടില്ല, വീക്ക് ഡേയ്സിലായിരിക്കും ഓഫ് വരുന്നത്. അപ്പോൾ ലച്ചുവിൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ലച്ചു വന്നിട്ട് വേണം നമുക്കൊന്ന് പുറത്തൊക്കെ പോയി ഗ്രോസറി ഒക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ഇത്രയും വൈകി നമ്മൾ എത്തണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം നമ്മുടെ തീരാണ്ട. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കളിച്ചിട്ടൊക്കെ വരാം. ബൈ, ടേക്ക് കെയർ.